നാം അധികമാർക്കും വെളിച്ചമാകരുത്. ആവശ്യം കഴിഞ്ഞാൽ അവർ കെടുത്തിക്കളയും. വാഗമണ്ണിലെ പൈൻ വാലിയിലെ റേഷൻ കടയ്ക്ക് എതിർവശത്താണ് ഈ ലിഖിതം ഞാൻ കണ്ടത്. ചുറ്റും നോക്കിയപ്പോൾ വീണ്ടും കണ്ടു ലിഖിതങ്ങൾ. സ്വാഗതം, ഇത്തിരി നേരം ഇരിക്കൂ, ചിരിക്കൂ, മുറുക്കൂ. ഇതാ മറ്റൊരു സാരോപദേശം. ഭാര്യ ചൂടാവുമ്പോൾ മൗനം പാലിക്കുക. ഇടിവെട്ടുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയാൽ അപകടം ഒഴിവാക്കാം. അങ്ങനെ പല പല ലിഖിതങ്ങളും സാരോപദേശങ്ങളും മറ്റും ഈ സ്ഥലത്ത് എഴുതി വച്ചേക്കുന്ന ആളാരാണെന്ന് അറിയാൻ ആ പ്രദേശത്തേക്ക് കയറി. അപ്പോഴിതാ മറ്റൊരു സാരോപദേശം. ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാ പ്രതിസന്ധികളെയും നേരിടണം. ഈ ബോർഡൊക്കെ തൂക്കിയിരിക്കുന്ന മരത്തിനു താഴെ ചെറിയ ഒരു ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. നോക്കൂ, ഇത് വാഗമണ്ണിലെ പൈൻ വാലിയാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കിയാൽ തന്നെ ദിവസവും നല്ലൊരാദായം കിട്ടാവുന്ന സ്ഥലം. സീസണായാൽ ഇവിടെ വരുന്ന വാഹനങ്ങളുടെ ബാഹുല്യം എല്ലാവർക്കും അറിവുള്ളതാണ്. അവിടെയാണ് ഒരു ചെറുമരവും അതിൻ്റെ തണലും ഇങ്ങനെ കാത്തുരക്ഷിക്കുന്നത്. വീണ്ടുമുണ്ട് ലിഖിതങ്ങൾ. ചാറ്റാൻ പലരും കാണും, പോറ്റാൻ കെട്ടിയോനെ കാണൂ. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് മൂല്യമുണ്ടാകുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സാത്വികത വെച്ചു പുലർത്തുന്ന മാന്യദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഇങ്ങനെ വളരെ മനോഹരമായ സങ്കല്പം ഇവിടെ യുവതലമുറ പഠിക്കണ്ടേ? പഠിക്കണം. അതിനുവേണ്ടി നമ്മളൊരു അറിവിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എഴുതിയതുമല്ല, അറിവുള്ളവർ പഠിച്ചു പറഞ്ഞത് അവിടെ ഞാൻ പകർത്തി വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായത്തിലല്ല, എന്റെ സ്വന്തം ബുദ്ധിയിലും ഉണ്ടായതല്ല. ഇതൊക്കെ മറ്റുള്ളവർ കണ്ടോട്ടെന്ന് ഓർത്ത് ഞാനൊരു എഴുത്തുകാരൻ എഴുതുന്നു. ഇദ്ദേഹത്തിന്റെ ജോലി എന്താണ്? എന്റെ ജോലി ഇതുകൊണ്ടില്ല, ആർട്ടാ. അങ്ങനെ കരകൗശലം അല്ലേ? കരകൗശലം, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇതിന്റെയൊക്കെ തടിയെ തീർത്ത ശില്പമാണോ? ഇതിനിപ്പോ പോളിഷൊക്കെ ചെയ്ത് റെഡിയാക്കി ശില്പമാക്കി മാറ്റണം. ഇതൊക്കെയാണ് നമ്മൾ വരച്ചിട്ടുള്ള സീനറി. അപ്പം വീടെവിടെ? യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയാണ്. ഇത് തന്നെ വീട്. ഇവിടെ ജനിച്ചതാണ്. കുടിയേറ്റമൊന്നും അല്ല. അപ്പം ചിത്രകലയുമായി ബന്ധപ്പെട്ട ചുവരെടുത്ത് ചെയ്യുക. പിന്നെ സിനിമാ ഫീൽഡിൽ 10-15 വർഷം ലൊക്കേഷൻ മാനേജറായിട്ടുണ്ടായിരുന്നു. ശരി. ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഏതെല്ലാം ഡയറക്ടർമാരുടെ കൂടെ ഉണ്ടായിരുന്നു? അത് വിജയൻ സാറിന്റെ കൂടെ ഉണ്ട്. ഒത്തിരി ഡയറക്ടർമാർ. നമ്മൾ ലൊക്കേഷൻ മാത്രം കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആലപ്പുഴ ഗബീർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ആദ്യം 2009 ഷൂട്ടിംഗ് കൊണ്ടത്. അന്ന് മുതൽ നമുക്ക് ചാൻസ് കിട്ടി. മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ പടവും ഇവിടെ എടുത്തിട്ടുണ്ട്. സീരിയൽ വരെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ വന്ന് എടുത്തതാണ് കട്ടപ്പന ഋത്തിക് റോഷൻ. അതെ. പിന്നെ ഈ ഇടയ്ക്ക് വന്നെടുത്തതാണ് പിന്നെ വിശ്വനാഥിന്റെ അടൂർ പാസിയുടെ പെങ്ങളുടെ മകൻ ശ്രീനാഥ് പാസി. അട്ടഹാസം. അതിന് ഞാനല്ലേ, ഞാൻ 5 വർഷമായി മാറിയിട്ട്. പിന്നെ 10-25 വയസ്സായി. ഇനി ഞാൻ ആ ഫീൽഡിൽ നിന്നു. എന്നത് തമിഴ് പയ്യൊക്കെ ഇവിടെ എടുത്തതാണ്. യോഗിന്റെ പുസ്തകം. പിന്നെ പയ്യം, ഇഷ്ടമാണ് നൂറോട്ട്, അരീരമുള്ള കാപ്പിയാണ്, മാമ്പഴക്കാലം, അങ്ങനെ ഒരുപാടുണ്ട്. പറക്കുതറിയ. ഏത്? മാവല്ലേ? ഇത് മാവ. ആൽത്തറയല്ല, മാന്തറയാണ് ഒരുക്കിയിരിക്കുന്നത്. മുറുമുറുക്കാൻ. ഇതിപ്പോ അതിന്റെ ഐഡിയ
അതിന് ഐഡിയ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ അതെ. ചെറിയ ഐഡിയ കൈ കിട്ടിയ സാധനങ്ങൾ വെച്ച് കൈ കിട്ടുന്നത് കൊണ്ട് എനിക്ക് എന്നാ സൃഷ്ടിക്കാൻ പറ്റുമോ അത് ഞാൻ സൃഷ്ടിക്കും. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു. അപ്പൊ ആൾക്കാർ വരുന്നുണ്ടോ? ഇരിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ അങ്ങോട്ടല്ലേ പാർട്ടി അവിടെ വരുന്ന തമാശയൊക്കെ പറഞ്ഞാൽ അവിടെ ഒരുപാട് എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയുണ്ട്. ഇവിടെ വന്നാൽ കാണാം മൊത്തം. ആ ശരി. അപ്പൊ ഇത് വൈകുന്നേരം എത്ര നേരം വരെ വേണം ആൾക്കാർക്ക് ഇരിക്കാം? 8 മണി വരെ. 8 മണി കഴിഞ്ഞാൽ നിർത്തും. 8 മണി കഴിഞ്ഞാൽ അവർക്ക് പോകണേ പോകാം. മറ്റേ അവരൊക്കെ അടച്ചു പോകില്ല. എപ്പോഴും നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ വരുന്നവരിവിടെ തങ്ങിയേ പോകും. അപ്പം മുറുക്കാനാണ് ചേട്ടന്റെ മുറുക്കാനാണ് ഇപ്പോഴത്തെ മെയിൻ വയസ്സുകാലത്ത്. വയസ്സുകാലത്തുള്ള വരുമാനം മുറുക്കാനാണ്. ഓക്കെ. എല്ലാവരും ആൾക്കാർ വന്നിരുന്ന് അവരുടെ ടെൻഷൻ എല്ലാം ഇറക്കി വെച്ച് ഒരു ചെലവും ഇല്ലല്ലോ, ചുമ്മാ ഇവിടെ വന്നിരിക്കുക. നമ്മളെന്തെങ്കിലും തമാശ പറയാം. അവർ ഇരിക്കുന്നത് ഈ പിന്നെ ദൈവത്താമെന്ന് പറഞ്ഞ ആദിവാസി കിരിക്കുണ്ടാക്കിയ ഇത് അല്ലേ ദൈവത്താൻ കുന്നെന്ന സിനിമ അല്ലേ? അതിനകത്ത് ആദിവാസിക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ആദിവാസി രാജാവിനാണോ? ആദിവാസി രാജാവിന് ഇരിക്കാനാണോ അതോ ഉണ്ടാക്കി കൊടുത്ത കസേര? ഷൂട്ടിംഗ് കഴിഞ്ഞവർക്ക് പിന്നെ ആവശ്യമില്ലല്ലോ. കോട്ടയും അത് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അത് ഹെൽമെറ്റ് ചെയ്തിരിക്കുന്ന പാവയില്ല അവര് വെച്ച് ഫോട്ടോ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഷൂട്ടിങ്ങിന് എടുത്തതാണ് അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ചേട്ടൻ എന്ന് പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. ഇത് നമ്മുടെ ക്ലിപ്പ് യൂട്യൂബ് ചാനലിനകത്ത് വരും. ഓക്കെ. അപ്പം ക്ലിപ്പ് എന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് വരും. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഈ ആശയം, നല്ല ആശയം, കൈ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് ഇത്തിരി നേരം സന്തോഷിക്കാൻ, ഇത്തിരി നേരം ഒത്തിരി നേരവും സന്തോഷിക്കാൻ ഈ തള്ളി ഇത്തിരി നേരം മടുക്കുമ്പോൾ മതി. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. ഓക്കെ. താങ്ക് യു.